ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൈസും ചിക്കൻ കറിയും. അത് ഫ്രൈഡ് റൈസ് പോലെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിക്കത്തില്ലേ, അത് നമുക്കൊന്ന് നോക്കാം. ഈ മുന്തിരിയൊക്കെ വറുത്ത് മാറ്റാതെ റൈസിന് വേണ്ട നട്ട്സ് ഇടുകയാണ്. നട്ട്സ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഒത്തിരി ചുമക്കൊന്നും വേണ്ട, ചെറുപരുവ. കോരുവാണ്. തീ കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് വറുത്തിടുകയും ചെയ്യാം. വറുത്ത് നമ്മൾ ചുവന്ന പരുവത്തിലെടുക്കാം. ഞാൻ പക്ഷേ നെയ്ക്കകത്ത് നിന്ന് ഒരു വഴറ്റി എടുക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നോടൊന്ന് വഴണ്ട പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ വഴണ്ടിട്ടുണ്ട്. അത് ഞാൻ ഈ കോരി മാറ്റുക. വെളിച്ചം മുന്നോട്ട് പോയിക്കണം. ഞാൻ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഴുകി മഞ്ഞപ്പൊടിക്കകത്ത് കലക്കി വെച്ചതാണ്. ഇത് നമുക്ക് വറുത്ത് എടുക്കാം. കോരി മാറ്റുക. തീ കുറച്ച് വെച്ചാൽ കോരി മാറ്റുക. വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം തിളച്ച് വരട്ടെ. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. ഞാനിത് വറക്കാനായിട്ട് ഒന്ന് പൊടികൾ ചേർക്കാം, മസാലകൾ ചേർക്കാം. ആവശ്യം ഉപ്പ്, പൊടിച്ച പൊടിയാണ്. നമുക്ക് ചോറിന് ആവശ്യം ഉപ്പ് ഇടുവാണ്. അരി കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു മുറി നാരങ്ങ ഉണ്ട്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് മേടിച്ചേക്കുന്നത്. നല്ലപോലെ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമേ അരി ഇടാവൂ, അല്ലെങ്കിൽ ചോറൊരു പന്നം പറഞ്ഞു പോകും. അരി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യമായി ക്യാരറ്റും ബീൻസും ഇതിലേക്കിടുകയാണ്. അല്പം ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. ഇതിനകത്തിട്ട് വേവത്തിൽ കുക്കറിൽ ഞാൻ വേവിച്ചാണ് ഇതിനകത്ത്. അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇത് കടച്ചേക്കാം. ഇന്ന് ചോറ് സെറ്റ് ചെയ്യുവാണ്. കടച്ചക്ക ഞാൻ കടച്ചക്ക ഇട്ടതുകൊണ്ട് കടച്ചക്കയുടെ എസൻസ് ഉപയോഗിക്കത്തില്ല.
മൊത്തം നെയ്ക്കകത്ത് പോയേക്കും. ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ചിക്കൻ മസാല എല്ലാം പറ്റി 1/2 മണിക്കൂറോളായി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ വറക്കാൻ പോയത് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ചിക്കൻ ഇടുക. ഒത്തിരി മൂത്ത് കിട്ടണ്ട, ആ പച്ചമുളക് ഒന്ന് വാടി കിട്ടുന്ന മതി. ഞാൻ കോരുവാണ്. ഇറച്ചി വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഗ്രേവി കൂട്ടാൻ പോവാണ്. ആ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാൻ ഗ്രേവി കൂട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്. എടുത്ത് തന്ന 3 കിലോ ഇറച്ചിയുണ്ട്. പിന്നെ 3 തക്കാളിക്ക്, ഒരു 4 പച്ചമുളകും കരിയാപ്പിലയും കൂടെ ഞാൻ ഉപ്പും മസാലപ്പൊടി ഇട്ട് കുക്കറിൽ അങ്ങ് അടിച്ച് എണ്ണ ഒഴിച്ച് അടിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് അത് ഗ്രേവിയായിട്ട് കിട്ടും. ഈ എണ്ണയ്ക്ക് ഇവിടെ ഇതിനകത്ത് ഒത്തിരി സമയം പോകും. ഇത് നമുക്ക് സമയം ലാഭിക്കാനുള്ളൊരു വഴിയാണ് ഇത് ചെയ്തത്. അത് നല്ല വൃത്തി വഴണ്ടി വിട്ടിട്ട് ഉള്ളി വഴണ്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടാണ് ലേശം മഞ്ഞപ്പൊടി കൂടി ഇടുന്നത്. കുരുമുളക് പൊടി, കായപ്പൊടി, മസാല നല്ല വൃത്തി വഴണ്ടിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി. ഇനി ഇറച്ചി നമുക്ക് മസാല നല്ല വൃത്തി വഴണ്ടിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി മുളക് പൊടിയെല്ലാം മൂത്ത് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഞാൻ വറുത്തിറച്ചി നോക്കിയിട്ടാണ്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ റൈസും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ സലാഡുണ്ട്, പപ്പടമുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ഈന്തപ്പഴ അച്ചാറുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.